ഇൻകം ടാക്സ് റിട്ടേൺ സമയത്തിന് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒറിജിനൽ റിട്ടേൺ, സമയം വൈകി ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അത് ബെലേറ്റഡ് റിട്ടേൺ. ഇനി ഫയൽ ചെയ്ത റിട്ടേൺ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചു തിരുത്താൻ വേണ്ടി റിവൈസ്ഡ് റിട്ടേൺ, തെറ്റ് ഡിമാൻഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ റെക്ടിഫൈഡ് റിട്ടേൺ എന്നിങ്ങനെ 4 തരത്തിലുള്ള റിട്ടേൺ നിലനിൽക്കെ യൂണിയൻ ബഡ്ജറ്റ് 2022 ഒരു പുതിയൊരു റിട്ടേണും കൂടി ഈ റിട്ടേൺ ക്ലബിലേക്ക് മെമ്പർഷിപ്പ് എടുത്തു. അതിന്റെ പേരാണ് അപ്ഡേറ്റഡ് റിട്ടേൺ അല്ലെങ്കിൽ ITR U എന്ന് പറയുന്നത്. സാധാരണ രീതിയിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ 31 ആണ്. ഈ ജൂലൈ 31 റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റാത്ത മിടുക്കന്മാർക്ക് വിത്ത് ആൻഡ് ഇൻട്രസ്റ്റ് ആൻഡ് ലേറ്റ് ഫീ നമുക്ക് ഡിസംബർ 31 വരെയാണ് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റിയിരുന്നുള്ളൂ. എന്നാൽ ITR U ന്റെ വരവോടുകൂടി പെറഗോട്ടയ്ക്ക് 2 വർഷം വരെ നിങ്ങൾക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ തന്നിരിക്കുകയാണ്. യൂണിയൻ ബഡ്ജറ്റ് 2025 എത്തിയപ്പോൾ പെറഗോട്ടയ്ക്ക് 2 അല്ല 4 വർഷം വരെ നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തോളാണ് പറയുന്നത്. കണ്ടീഷൻസ് ഉണ്ട്. 1, നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നത് റീഫണ്ട് കിട്ടാനോ കൂട്ടാനോ വേണ്ടി ആകരുത്. 2, ലോസ് കാണിക്കാനോ കൂട്ടാനോ വേണ്ടി ആകരുത്. 3, നിങ്ങൾ ഓൾറെഡി ഫയൽ ചെയ്ത് വെച്ച റിട്ടേണിൽ ടാക്സ് ലൈബിലിറ്റി കുറയ്ക്കാനും വേണ്ടി ആകരുത്. പിന്നെ സാധാരണ രീതിയിൽ ഈ ITR U ന്റെ ഫെസിലിറ്റി വെച്ച് റിട്ടേൺ ഫയൽ ചെയ്ത് കാണുന്നത് ഈ ബാങ്ക് ലോൺ അല്ലെങ്കിൽ വിസ ആപ്ലിക്കേഷനൊക്കെ വെക്കുന്നവരടുത്ത് കഴിഞ്ഞ 3 വർഷം വരെ റിട്ടേൺ ഫയൽ ചെയ്തതിന്റെ കോപ്പീസ് കൊണ്ടുവരാൻ പറയും. അപ്പോഴാണ് ഇതുവരെ റിട്ടേൺ ഫയൽ ചെയ്യാത്ത പല പ്രമുഖന്മാർക്കും ഈ ITR U ന്റെ ഫെസിലിറ്റി വെച്ച് റിട്ടേൺ ഫയൽ ചെയ്ത് കാണുന്നത്. ഇനി ഇതിന്റെ ടാക്സ് ഇംപ്ലിക്കേഷൻസ് കൂടി പറയാം. നിങ്ങളുടെ ഇൻകം എന്ന് പറയുന്നത് റിബേറ്റിന്റെ പരിധിക്ക് ഉള്ളിലാണെങ്കിൽ ലേറ്റ് ഫീ ആയ 1000 5,000 വെച്ച് നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്ത് അവസാനിപ്പിക്കാവുന്നതാണ്. ഇനി ടാക്സ് ലൈബിലിറ്റി വരുന്നവരുടെ കേസിലൊക്കെ ആണെങ്കിൽ സാധാരണയുള്ള ടാക്സും ഇൻട്രസ്റ്റും ലേറ്റ് ഫീക്കും പുറമെ അഡീഷണൽ ടാക്സ് ആയിട്ട് 25% to 70% വരെ അടയ്ക്കേണ്ടി വരും.